ആം ആദ്മി പാർട്ടി കൈയയച്ച് സഹായിച്ചതോടെ രാജ്യസഭയിൽ BJP എംപിമാരുടെ എണ്ണം ഒറ്റയടിക്ക് 113-ലെത്തി. 106 എംപിമാരാണ് ഉപരിസഭയിൽ BJPക്കുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ 7 എംപിമാർ BJPക്ക് കൈകൊടുത്തത്. പാർട്ടി മാറ്റം രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അംഗീകരിച്ചതോടെ രാജീവ് ചദ്ദയും മറ്റ് 6 എംപിമാരും BJP അംഗങ്ങളായി ഇനി അറിയപ്പെടും. രാഹുൽ ഗാന്ധിയെ എതിർത്തുകൊണ്ട് കോൺഗ്രസിനെ ചീത്ത വിളിച്ചാണ് AAP കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. BJPയെ തടഞ്ഞു നിർത്താൻ AAPക്ക് മാത്രമേ സാധിക്കൂ എന്ന് വീമ്പ് പറഞ്ഞ AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ നോക്കുകുത്തിയാക്കി നിർത്തിയാണ് രാജ്യസഭ എംപിമാർ BJPക്ക് കൈകൊടുത്തത്. അതേസമയം രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും നേതാക്കളുടെ കൂട്ടായ കൊഴിഞ്ഞുപോക്കിനുമിടയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയിലെ വിള്ളലുകൾ പരിഹരിക്കാനും കൂറുമാറ്റം തടയാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വളരെ കുറഞ്ഞുപോയെന്നും അത് ഏറെ വൈകിപ്പോയെന്നുമാണ് ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടി വിട്ടുപോകാൻ തീരുമാനിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കെജ്രിവാൾ നേരിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ സങ്കീർണമായ ശേഷം നടത്തിയ ഈ ഇടപെടലുകൾക്ക് കൂറുമാറ്റം തടയാൻ സാധിച്ചില്ല. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും നേതൃത്വത്തോടുള്ള അതൃപ്തിയും കാരണം നിരവധി പ്രമുഖരാണ് AAP വിട്ടുപോകുന്നത്. ഈ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുന്ന ഘട്ടത്തിലെത്തിയിട്ടും അത് തടയാൻ ആവശ്യമായ നടപടികൾ കൃത്യസമയത്ത് സ്വീകരിച്ചില്ല എന്നത് വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഡൽഹി നിയമസഭയിലെ 15 MLAമാർ കൂടെ BJPക്ക് കൈകൊടുക്കാൻ സജ്ജരായി കഴിഞ്ഞിട്ടുണ്ട്. ഇവരുമായി അന്തിമ ചർച്ച നടത്താൻ കെജ്രിവാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കാണുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും വ്യക്തതയില്ല എന്നതാണ് വാസ്തവം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ കൊഴിഞ്ഞുപോക്ക് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടിയാണ്. അവസാന നിമിഷം നടത്തിയ അനുനയ നീക്കങ്ങൾ പാർട്ടിയെ ഏകോപിപ്പിക്കാൻ പര്യാപ്തമായില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പാർട്ടി നേരിടുന്ന ഈ കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയും ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. AAP നേതാവും രാജ്യസഭ മുൻ ഡെപ്യൂട്ടി ലീഡറുമായ രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 രാജ്യസഭാ അംഗങ്ങളാണ് വെള്ളിയാഴ്ച BJPയിൽ ചേർന്നിരിക്കുന്നത്. AAPയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഡൽഹിയിൽ തങ്ങളുടെ MLAമാരെ ഒരുമിച്ച് നിർത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ കൂറുമാറ്റം ഡൽഹി നിയമസഭയിലെ പാർട്ടിയുടെ 22 MLAമാരിൽ 5 മുതൽ 7 പേരെ വരെ സ്വാധീനിച്ചേക്കുമെന്നും അവർ കൂടെ മറുകണ്ഠം ചാടിയേക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ ആശങ്കപ്പെടുന്നു. 7 MLAമാർ കൂടെ ഡൽഹി നിയമസഭയിൽ നിന്ന് BJPക്ക് കൈകൊടുത്താൽ രാജ്യത്ത് തന്നെ അവർ അപ്രസക്തരാകും. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് AAP മത്സരിച്ചത്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമില്ലെന്നാണ് അന്ന് AAP നേതാക്കൾ പറഞ്ഞത്. എന്നിട്ട് സ്വന്തം പാർട്ടിയിലെ 14 ജനപ്രതിനിധികളെ കൂടെ നിർത്താൻ സാധിക്കാത്ത AAPക്ക് എന്ത് യോഗ്യതയുണ്ട് രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാനെന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. 2015-ൽ 67 സീറ്റുകളുമായി മികച്ച ഭൂരിപക്ഷമുണ്ടായിരുന്ന AAPക്ക് നിലവിൽ ഡൽഹിയിൽ 22 MLAമാർ മാത്രമാണുള്ളത്. 2013-ൽ പാർട്ടി ഡൽഹിയിൽ സാന്നിധ്യം അറിയിച്ചപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞ അംഗബലമാണിത്. 2015-ലും 2020-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 67, 62 സീറ്റുകൾ പാർട്ടി നേടിയിരുന്നു. ഇനിയും 7 പേർ കൂടി വിട്ടുപോയാൽ AAPയുടെ അംഗബലം വെറും 15ആയി ചുരുങ്ങും. അതേസമയം കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് രക്ഷ നേടാൻ പാർട്ടിയിലെ 15 MLAമാർ ഒന്നിച്ചു മറുകണ്ഠം ചാടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ BJP നടത്തുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമാണ് AAP നേതാക്കന്മാർക്ക് സാധിക്കുന്നുള്ളൂ. ഇന്ത്യ മഹാരാജ്യം തന്നെ ഭരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തിയ പാർട്ടിയാണ് നേരം ഇരുട്ടി വെളുത്തപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്.